സ്വർഗീയ നല്ല പിതാവ്, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അകത്ത് അതിൻ്റെ 4-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം 4:12 പറയുന്നു, ദൈവത്തിൻ്റെ വചനം ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12 പറയും, ദൈവത്തിൻ്റെ വചനം ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാൾ അത് മൂർച്ചയുള്ളതാണ്. അത് പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നു. സദൃശവാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ അകത്ത് ആരോഗ്യം വരും, അത് നിങ്ങളുടെ ദേഹത്തിന് സൗഖ്യം വരുന്നു. ആ വചനം നിങ്ങളുടെ ഉള്ളത്തിൽ ഒരു വാള് പോലെ പ്രവേശിച്ചിട്ട് എവിടെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ നിൽക്കുന്നത്, നിങ്ങളുടെ മുഴുവൻ തടസ്സങ്ങളെയും കർത്താവിൻ്റെ വചനം നിങ്ങൾ ഏറ്റുപറയുമ്പോൾ, വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആ വചനത്തെ നിങ്ങൾ ഉള്ളത്തിലേക്ക് ഭക്ഷിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഉള്ളറയിൽ ചെന്നിട്ട് എവിടെയാണോ പിശാച് നിങ്ങൾക്ക് തടസ്സങ്ങൾ വെച്ചിരിക്കുന്നത്, എവിടെയാണോ സാത്താൻ നിങ്ങളെ കബളിപ്പിച്ചിരിക്കുന്നത്, അവൻ്റെ തന്ത്രങ്ങളെ മെനഞ്ഞു വെച്ചിരിക്കുന്നത്, നിങ്ങളെ രോഗിയാക്കി വെച്ചിരിക്കുന്നത്, എവിടെയാണോ നിങ്ങളുടെ മുമ്പിൽ വിഷയങ്ങളെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്, ആ വചനം വാള് പോലെ അകത്ത് ചെന്ന് മൂർച്ചയുള്ള ഒരു വാള് പോലെ സകലത്തെയും വിട്ടു നീക്കി. എബ്രായർ 4:12 പറയുന്നു, ദൈവത്തിൻ്റെ വചനം ഇരുവായുത്തലയുള്ള വാളായി ജീവനും ചൈതന്യമുള്ളതായി മരണങ്ങൾ നീങ്ങി നിങ്ങളുടെ ഉള്ളത്തിൽ ജീവൻ വെളിപ്പെടുന്നു, നന്മ വെളിപ്പെടുന്നു, തകർന്നു പോകത്തില്ല, നശിച്ചു പോകത്തില്ല. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ എൻ്റെ കൂടെ ഇന്ന് വിശ്വാസത്താൽ പറഞ്ഞാട്ടെ, കൈയെടുത്ത് രോഗമുള്ള ഭാഗത്ത് വെച്ചിട്ട് പറഞ്ഞാട്ടെ, യേശു ക്രിസ്തുവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എൻ്റെ രോഗം ഇന്ന് ആ വചനം അകത്തോട്ട് പറഞ്ഞ്, യേശുവിൻ്റെ തിരുമുറിവിനാൽ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു മുറിവേറ്റത് എൻ്റെ ആരോഗ്യത്തിനും സൗഖ്യത്തിനുമാണ്, എൻ്റെ അത്ഭുതത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ആ രോഗശക്തികൾ ആ വചനം എന്ന മൂർച്ചയുള്ള വാളുകൊണ്ട് അതിനെ വെട്ടി അതിൻ്റെ വേരുകളെ വെട്ടി നീക്കി നിങ്ങളുടെ ഉള്ളത്തിൽ സൗഖ്യത്തെ കൊണ്ടുവരുന്നു, അത്ഭുതത്തെ കൊണ്ടുവരുന്നു. ഇപ്പോൾ ആ നിമിഷം തന്നെ ആ രോഗം നിങ്ങളെ വിട്ടുമാറുന്നു, രോഗശക്തികൾ നിങ്ങളെ വിട്ടുമാറുന്നു. അത്ഭുത സാക്ഷ്യത്തിലേക്ക് നിങ്ങളിപ്പോൾ പ്രവേശിക്കുന്നു. അത്ഭുത സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിൻ്റെ അത്ഭുതത്തിന് നന്ദി, ദൈവത്തിൻ്റെ അത്ഭുതത്തിന് നന്ദി. ദൈവം നിങ്ങളെ തൊട്ടിരിക്കുന്നു, അത്ഭുത സാക്ഷ്യമാക്കിയിരിക്കുന്നു.